പ്രേക്ഷകരെക്കാത്തൊരു വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി വരികയാണ്. കുറച്ച് മുമ്പേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു. പക്ഷെ ഒരു കാര്യമില്ല, നമ്മുടെ രാജ്യത്ത് ഇന്ധന വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഡീസലിന് 2 രൂപ 71 പൈസയും പെട്രോളിന് 2 രൂപ 61 പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത്. രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് വില വർധന. വിനീത ബിജുണ്ട് വിവരങ്ങളുമായി. വിനീത, നേരത്തെ പറഞ്ഞത് 8 രൂപ വരെ ലിറ്ററിന് കൂടുമെന്നാണ്. ഇപ്പോൾ ഏതാണ്ട് 4 തവണയായി. ആദ്യം 3 രൂപ, പിന്നീട് 2 തവണയായി 86-96 പൈസ വീതം. ഇപ്പോൾ വീണ്ടും 3 രൂപയ്ക്കടുത്ത് വർധന. ആ 8 രൂപയുടെ കണക്ക് ഏതാണ്ടും എത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇനിയെങ്കിലും ഈ കൂട്ടലൊന്നും നിൽക്കുമോ? എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. കാരണം നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ച എന്ന് നമുക്ക് തികച്ച് പറയാൻ കഴിയില്ല. കാരണം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ 3 തവണയാണ് വർധനവുണ്ടായത്. അത് ഏതാണ്ട് 5 രൂപയോളം വർധനവുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 3 രൂപ വർദ്ധിച്ചു, അതിന് പിന്നാലെ 90 പൈസ വർധനവുണ്ടായി. അങ്ങനെ 4 രൂപയോളമാണ് 2 ഘട്ടങ്ങളിലായി വർദ്ധിച്ചത്. പിന്നാലെയാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടെ വീണ്ടും ഒരു നേരിയ വർധനവ് കൂടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു 5 രൂപയോളം ഇതിനോടകം തന്നെ വർധനവുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 2 ആഴ്ച തികയുന്നതിന് മുൻപേ വീണ്ടും ഒരു വർധനവ് കൂടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അത് 2 രൂപയോളം അടുത്താണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുന്നത്. ഡീസലിന് 2 രൂപ 71 പൈസയാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പെട്രോളിന് 2 രൂപ 61 പൈസയും വർദ്ധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ പെട്രോളിന് 95 രൂപ 20 പൈസ എന്ന നിലയിലാണ്, ഡീസലിന് 95 രൂപ 20 പൈസ എന്ന നിലയിലാണ് ഈ വർധനവ് ബാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പെട്രോളിന് 102 രൂപ 12 പൈസ എന്ന നിരക്കിലും വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ഒരു ഇന്ധനക്ഷാമം ഇല്ല എന്നൊക്കെയാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള വിശദീകരണം നൽകുന്നുണ്ട്. എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു ഇന്ധനക്ഷാമത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ ഉയരുന്നതാണ് ഈ വില കൂട്ടുന്നതിന് ഇടയാക്കുന്നതെന്നാണ് നൽകുന്ന വിശദീകരണം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മൾ ഗോകുൽ പറഞ്ഞതുപോലെ ഇത് വീണ്ടും ഏതാണ്ട് ഈ വില വർധനവ് ഏതാണ്ട് 8 രൂപയോളം അടുത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള തവണകളിലായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശരി വിനീത, അപ്പോൾ നമുക്ക് ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറയുന്നു എന്നതൊന്നും കണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് ഇന്ന് വരുന്ന സൂചനകളും. നമ്മുടെ നാട്ടിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടുകയാണ്. കാരണം ഈ എണ്ണ കമ്പനികൾ പറയുന്ന ന്യായം, വലിയ വില വർധന ക്രൂഡ് ഓയിലുണ്ടായ സമയത്ത് വലിയ നഷ്ടം സഹിച്ചാണ് വില കൂട്ടാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നഷ്ടം ലാഭമാക്കി മാറ്റാൻ വരെയുള്ള കാത്തിരിപ്പാണെന്ന് തോന്നുന്നു. അമേരിക്ക ഇറാൻ സമാധാന കരാറിലേക്ക് അടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെ ആണ് തിങ്കളാഴ്ച എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $4.71 കുറഞ്ഞ ബാരലിന് $98.83 എന്നുള്ളതാണ്. $100 താഴേക്ക് ഈ അടുത്ത് വന്നിരുന്നില്ല. ഒറ്റയടിക്ക് 4.55% വില കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ പെട്രോളിനെ പറ്റിയല്ല, നമ്മുടെ നാട്ടിലെ ഡീസലിന്റെ വിലയെ പറ്റിയുമല്ല. അപ്പോൾ ഏതായാലും ഈ വില കുറവ് അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴെങ്കിലും 1 രൂപയെങ്കിലും കുറയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോൾ റിഫ്ലക്ട് ചെയ്യുമെന്ന് പറയാനും സാധിക്കില്ല. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.